ലൈറ്റ് കോയിൻ എൻ ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ്. ഫ്രീ ആയിട്ട് എൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് പൗസർ പേ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പൈസ പേര് ഇമെയിലുകൾ കൊടുത്തു, ക്യാപ്ച വെരിഫിക്കേഷൻ ചെയ്യുക. ഓക്കെ, 2 കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്ലെയിം കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ കാണാൻ പറ്റിയത് നമ്മൾ ക്ലെയിമിൻ്റെ ഓപ്ഷനാണ്. ഇപ്പോൾ എൻ്റെ ഉള്ള ബാലൻസ് എന്ന് പറയുമ്പം 110 ലൈറ്റ് കോയിൻ ബാലൻസ് ഉണ്ട്. ഓക്കെ, 110 ലൈറ്റ് കോയിൻ ബാലൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പൗസർ ചെയ്യാൻ പറ്റും ഒരു റോള്. അപ്പം നിങ്ങൾക്കത് ഒരു ക്യാപ്ച വരും, ക്യാപ്ച വെരിഫിക്കേഷൻ ചെയ്യാം. ഇവിടെ ഇപ്പം ക്യാപ്ച വന്നിട്ടില്ല, അതുകൊണ്ട് ക്യാപ്ച ഇവിടെ വരും. ക്യാപ്ച വരുമ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. മെയിൻ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ എൻ്റെ കയ്യിൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു 110 ലൈറ്റ് കോയിൻ ഉണ്ട് ബാലൻസ്. ഓക്കെ, 110 ലൈറ്റ് കോയിൻ ബാലൻസ്. അതുപോലെ തന്നെ വിഡ്രോ ലിമിറ്റ് എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടൊരു 5,00,000 വരും. എനിക്ക് വിഡ്രോ 005 ആണ് എൻ്റെ വിഡ്രോ വരുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് കെയർ ഇത് ഞാൻ പാക്കേജ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് അവിടെ പറ്റും. ഞാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കൊടുത്തിട്ടുള്ള ഇത്രയാണ്. ഓക്കെ, ഇത്രയും എൻ്റെ കയ്യിൽ അൺലോക്ക് ആയിട്ട് എനിക്ക് വിഡ്രോയിൽ കിട്ടും. അത് ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. പർച്ചേസ് ചെയ്യണവർക്ക് ചെയ്യാം. പിന്നെ ഫ്രീ ആയിട്ടാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ വരും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഞാനതിൽ മാക്സിമം എമൗണ്ട് ഞാനത് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ മാക്സിമം എമൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ മാക്സിമം എമൗണ്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മാക്സിമം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് വരും. അതായത് 3000 ഫ്രീ ആയിട്ടാണെങ്കിൽ 3000 സന്തോഷം എന്താ വരുന്നത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് ഡയറക്റ്റ് പൗസർ പേയിലോട്ട് പോകണം. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ എമൗണ്ട് കൊടുത്തിട്ട് വിഡ്രോ ചെയ്താൽ മതി. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, അതുപോലെ പൗസർ പേയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എനിക്ക് മാക്സിമം നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള മാക്സിമം കൊടുക്കുമ്പം ഇവിടെ നമുക്ക് വരും എത്ര വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. നേരെ ഈ വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് മുകളിൽ കാണാം. അപ്പോൾ വിഡ്രോ എന്നുള്ളത് ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ്. ഓക്കെ, ക്യാപ്ച വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്യാപ്ച വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മാക്സിമം കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റൻ്റായിട്ട് വിഡ്രോ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റൻ്റ് വിഡ്രോ ആണ് കൊടുക്കുക. ഓക്കെ, വിഡ്രോൾ ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട് വിഡ്രോൾ. നമുക്ക് ട്രാൻസ്ഫർ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണുന്ന ജൂലൈ 24 ഡേറ്റ്. അപ്പോൾ എനിക്കിത് ഉടൻ തന്നെ വിഡ്രോ ആയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ തലേദിവസം വിഡ്രോ ചെയ്ത് 23-ാം തീയതി. ഓക്കെ, പിന്നെ 25-ആയി ഞാൻ ബാക്കിയെല്ലാം ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.